ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്താണ്. കോട്ടയത്ത് CMS കോളേജിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. മൂവി ലൊക്കേഷൻ തേടി നമ്മൾ വന്നതാണ്. അപ്പോൾ CMS കോളേജ് വെച്ച് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്മേറ്റ്സ്, ബോഡി ഗാർഡ്, അങ്ങനെ ഒരുപാട് സിനിമകൾ. പിന്നെ മേപ്പടിയാൻ സിനിമയിൽ കോടതി റൂമൊക്കെ ആയിട്ട് കാണിക്കുന്നതും ഇവിടെ തന്നെയാണ്. അപ്പോൾ നമുക്ക് കോളേജിനകത്തേക്ക് കയറി അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം. ഈ കാണുന്നതാണ് കോളേജിലേക്ക് പോകുന്ന വഴി. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബേക്കറി ജംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് കോളേജിനകത്തേക്ക് പോകാം. കോളേജിനകത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഈ വഴി കൂടി കയറി കോളേജ് ചെന്നിട്ട് അതിൻ്റെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം കോളേജിനകത്തേക്ക് കയറാനായിട്ട്. കേരളത്തിലെ ആദ്യത്തെ കോളേജാണ് CMS കോളേജ്. 1817 ലണ്ടനിലെ ചർച്ച് മിഷൻ സൊസൈറ്റി സ്ഥാപിച്ച ഈ കോളേജ് ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ കോളേജാണ്. കോട്ടയം ബേക്കറി ജംഗ്ഷന് സമീപം ചാലുകുന്നിലാണ് ഈ ഒരു കോളേജ് സ്ഥിതി ചെയ്യുന്നത്. 1813 കോളേജ് കെട്ടിടത്തിന് പണി തുടങ്ങിയത്. പിന്നീട് 3 വർഷം കഴിഞ്ഞ് 25 വിദ്യാർത്ഥികളുമായി കോളേജ് പ്രവർത്തനം ആരംഭിച്ചു. എങ്കിലും 1817 കോളേജ് സ്ഥാപിക്കപ്പെട്ട വർഷമായ ഔദ്യോഗിക രേഖകളിലുള്ളത്. കൊൽക്കത്ത പ്രസിഡൻസി കോളേജിന് മുമ്പ് തന്നെ പ്രവർത്തനം ആരംഭിച്ച കലാലയമാണ് CMS കോളേജ് കോട്ടയം. ബെഞ്ചമിൻ ബെയ്ലി ആയിരുന്നു ആദ്യത്തെ പ്രിൻസിപ്പാൾ. അച്ചടി വിദ്യയുടെ ചരിത്രമെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു മ്യൂസിയം ഈ ഒരു കോളേജിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. CMS കോളേജ് വെച്ച് ഒരുപാട് മലയാള സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്മേറ്റ്സ്, ബോഡി ഗാർഡ്, CIA, തോപ്പിൽ ജോപ്പൻ, മേപ്പടിയാൻ തുടങ്ങിയ ഒരുപാട് മലയാള സിനിമകൾ. 2006 ലാൽ ജോസ് സാർ സംവിധാനം ചെയ്ത ചിത്രമാണ് ക്ലാസ്മേറ്റ്സ്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്യാമ്പസ് മൂവിയാണ് ഈ ഒരു ചിത്രം. ക്യാമ്പസ് രാഷ്ട്രീയം, പ്രണയം, വിരഹം, ഹോസ്റ്റൽ ജീവിതം, അധ്യാപകരുടെ സ്നേഹം തുടങ്ങി ഒരുപാട് ഇന്നർ ലെയറുകളിൽ കൂടി കടന്നു പോകുന്ന സിനിമ. ഒരുപക്ഷെ ആ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളുടെ ഓർമ്മകളുടെ ഭാഗം കൂടിയാണ് ഈ ഒരു ചിത്രം. സുഗുവിൻ്റെയും താരയുടെയും പ്രണയം, സതീശൻ്റെ സുഗുവിൻ്റെയും രാഷ്ട്രീയ ചേരിതിരിവും പ്രശ്നങ്ങളും, പയസും സുഗുവും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് തുടങ്ങി ഒരുപാട് ആശയങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ചിത്രമാണ് ക്ലാസ്മേറ്റ്സ്. പിന്നെ ഒരൊറ്റ ഗാനത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന മുരളിയുടെയും റസിയുടെയും പ്രണയം. സിനിമ കണ്ട് പുറത്തിറങ്ങുന്ന ഓരോ പ്രേക്ഷകന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് മുരളിയും റസിയുമായിരിക്കും. CIA സിനിമയിൽ ദുൽഖർ കുറെ കുട്ടികളൊക്കെ ആയിട്ട് എന്നിട്ട് കൺസ്ട്രക്ഷൻ പ്രോബ്ലത്തിനെ കുറിച്ച് സംസാരിക്കും. സംസാരിക്കുന്നത് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഇവിടെ വെച്ചിട്ടാണ്. CMS ക്യാമ്പസിനകത്ത് തന്നെയുള്ള ഒരു ചർച്ചാണ് ഈ കാണുന്നത്. ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിലെ സോങ് സീക്വൻസിൽ ഈ ഒരു പള്ളി കാണിക്കുന്നുണ്ട്. രാജുവേട്ടനും കാവ്യമാമും ആ ഒരു സോങ് സീക്വൻസിൽ ഇരിക്കുന്നത് ഈ ചർച്ചിൻ്റെ സ്റ്റെപ്സിലാണ് കേട്ടോ. പിന്നെ ക്ലാസ്മേറ്റ്സിന് തന്നെ മറ്റൊരു രംഗം ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ വോളിബോൾ കോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ഈ പുൽത്തകിടിയിൽ വെച്ചിട്ടാണ്. ഇവിടെ വെച്ചിട്ടാണ് കാവ്യമാമും രാജുവേട്ടനും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ എടുത്തിട്ടുള്ളത്. അതായത് താരാക്കുറുപ്പ് വന്നിട്ട് സുഗുവിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ആ സീൻസൊക്കെ ഉണ്ടല്ലോ, ആ സീൻസൊക്കെ എടുത്തിട്ടുള്ളത് ഇവിടെ വെച്ചിട്ടാണ്. താരാക്കുറുപ്പും സുഗുവും സംസാരിക്കുന്നത് സതീശൻ കഞ്ഞിക്കുഴി മറിഞ്ഞു നിന്ന് കേൾക്കുന്നില്ലേ, ആ കേൾക്കുന്ന ഈ മരച്ചോട്ടിൽ നിന്നാണ്. CIA എന്ന ചിത്രത്തിൽ ഫുട്ബോൾ കളിക്കുന്ന രംഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്രൗണ്ടിലാണ്. പിന്നെ ഈ കാണുന്ന സ്റ്റെപ്പിലാണ് ദുൽഖറും നായികയിരുന്ന് സംസാരിക്കുന്ന ആ രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളത്. CIA എന്ന സിനിമയിൽ ദുൽഖറിന് ഒരു സെക്കൻഡ് എൻട്രി കാണിക്കുന്ന ഒരു സീനുണ്ട്. അതായത് ക്യാമ്പസിലെ ഇൻട്രോ സീൻ കാണിക്കുന്നത്. ആ ഇൻട്രോ സീൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന വരാന്തയിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെ ക്ലാസ് റൂമാണ് നായികയുടെ ക്ലാസ് റൂമായി ആ ചിത്രത്തിൽ കാണിക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് നായികനെ സീനിയേഴ്സ് റാഗ് ചെയ്യുന്ന സീനൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ക്യാമ്പസിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങണം കേട്ടോ. അതാ കാണുന്നതാണ് ഗേറ്റ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ ലൊക്കേഷനുമായിട്ട് കാണാമേ.